തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. മീർ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെന്നും റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ല എന്നും വാർത്താക്കുറിപ്പിലുണ്ട്. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് KSU പ്രതിഷേധ മാർച്ച് നടത്തി. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജനുവരി 15-ന് മിഹിറിന്റെ രക്ഷാകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു. മിഹിറിന്റെ രണ്ടാനച്ഛൻ സ്കൂളിലെത്തിയിരുന്നെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശം നൽകിയതായും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. മിഹിറിന് സ്കൂളിൽ മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എന്ന് ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തെളിവില്ലെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിശദീകരിക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും തുടരുകയാണ്. അതേസമയം കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് KSU മാർച്ച് നടത്തി. കുറ്റക്കാരെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും KSU ആരോപിച്ചു. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അമൃത ന്യൂസ്, കൊച്ചി.